ഓഫർ ഉണ്ടെന്ന് കാണുമ്പോഴത്തേനും വണ്ടി പോയി പർച്ചേസ് ചെയ്യണോല് ശരിക്കും ശ്രദ്ധിച്ചോളി. ഓൺലൈനിൽ പല തട്ടിപ്പുകളും നടക്കാൻ ഇന്ന് വളരെയധികം സാധ്യത കൂടുതലാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഫേസ്ബുക്ക് എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് സമ്മർ സെയിൽ ഡീൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് കണ്ടത്. സ്വാഭാവികമായിട്ട് 95% ഡിസ്കൗണ്ടിലൊക്കെയാണ് ഇവർ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് സൈറ്റിൽ കയറി. കാരണം എന്താ, ഓഫീസ് ചെയർ 467 രൂപക്ക് സെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്. എനിക്കാണെങ്കിൽ ഓഫീസ് ചെയർ കിട്ടാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൽക്കിത് കറക്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ സെർച്ച് ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ കറക്റ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതിൽ ഓർഡറിനെ പഠിച്ചിട്ട് സൈറ്റിൽ കയറി. അപ്പോൾ അതിൽ ടൈമിംഗ് കാണിക്കുന്നുണ്ട് 18 മിനിറ്റ് 45 സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ ആ സമയമാണല്ലോ, ലൈവ് സെയിലാണല്ലോ. അപ്പം പെട്ടെന്ന് പോയിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ സമയം ഇട്ടിട്ടുള്ളത്. ഇതിൽ ഓരോ സാധനത്തിൻ്റെ ഓഫർ നോക്കിയാണ് നിങ്ങൾ 3000 ഉറുപ്പ്യൻ്റെ സാധനം 419 രൂപയ്ക്ക്. ഒരു ഫാൻ്റെ ഒക്കെ പ്രൈസാണ് 419 രൂപ. ഓഫീസ് ചെയറാണ് ഇന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. കാരണം 15 രൂപൻ്റെ പ്രൈസ് വെറും 467 രൂപ. 15,000 ഉറുപ്പ്യൻ്റെ പ്രൊഡക്റ്റാണ് ഇവർ 467 രൂപയ്ക്ക് സെയിൽ ചെയ്യണത്. അതുപോലെ TV 500 രൂപ, കൂളർ 400 രൂപ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓഫർ, കിട്ടില്ല ഓഫർ. ഈ സൈറ്റാണെങ്കിൽ കണ്ട പക്കാ ഫ്ലിപ്കാർട്ടല്ലേ. പക്ഷെ ഇതിന് വാസ്തവം എന്താ പറയുക, ഇത് ഫ്ലിപ്കാർട്ടല്ല. ഇവരിത് ഫേക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും എല്ലതും ഫ്ലിപ്കാർട്ട് പോലെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരതിൽ ഓരോ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തേക്കാണ്. ഇത് കംപ്ലീറ്റ്ലി ഫേക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇത് നോക്കി, ഇത് ഓഫീസ് ചെയർ ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കറക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ അതേ സൈറ്റ്. ഇത് കണ്ട ആരെങ്കിലും പറയും ഫ്ലിപ്കാർട്ടല്ലാന്ന്. കാരണം ഇവിടെ ഈ ലവ് ചിഹ്നത്തിൻ്റെ ഏറ്റവും വലത് ഭാഗത്ത് മുകളിലായിട്ട് ഒരു ലവ് ചിഹ്നത്തിൻ്റെ അതുപോലെ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിലുള്ള സെയിം സാധനം. പക്ഷേ ഇതൊന്നും വർക്കല്ല. ഇതൊന്നും പ്രസ് ചെയ്ത് നോക്കിയാൽ അതൊന്നും വർക്കൗട്ട് ആവണില്ല. ഓക്കെ, സ്ക്രോളിംഗ് ഒക്കെ കറക്റ്റ് നമ്മൾ ഇമേജൊക്കെ അങ്ങോട്ട് സ്ക്രോൾ ആവുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും കറക്റ്റ് കിട്ടണില്ല. അപ്പോൾ ഇതിൽ പ്രൈസ് 467 താഴെ കൊടുത്തിട്ടുണ്ടോ. 7 days റീപ്ലേസ്മെൻറ്റ്, ക്യാഷ് ഓൺ ഡെലിവറി, നോ ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ ഇവർക്ക് ക്യാഷ് അവിടെ എത്തിയിട്ട് സാധനം കൊടുത്താൽ പോരാ, ഓൺലൈനിൽ ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിയിൽ പോയാൽ അതിൻ്റെ ഒരു റേറ്റിങ്ങും ഇത് വാങ്ങിയ ആളുകളെ റിവ്യൂ ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്ക് സ്ക്രോൾ ചെയ്ത്. കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ ഏറ്റവും അടിയിൽ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇതിലിതാ ഒരു പ്രോഡക്റ്റ് പോലും ഇവരിത് കസ്റ്റമേഴ്സ് വാങ്ങിയതല്ല. കാരണം ഇതൊന്നും ക്ലിക്ക് ആവണില്ല. ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇമേജ് വെബ്സൈറ്റിൽ ഒരു ഇമേജ് വെബ്സൈറ്റിൽ ഇവർ അപ്ലോഡ് ചെയ്തേക്കാണ്. ഇതൊന്നും വർക്കല്ല. റേറ്റ് ദിസ് പ്രോഡക്റ്റ്, ഇതൊന്നും ക്ലിക്ക് ഔട്ട് ചെയ്തിട്ട് ഇതൊന്നും വർക്ക് ആവണില്ല. നമുക്ക് റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിലിട്ട വീഡിയോസൊക്കെ ജസ്റ്റ് ഇത് ഇമേജ് ആക്കിയിട്ട് ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കുക. ഇതൊന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. കണ്ടോ, ഇതൊന്നും കഴിയില്ല. പക്ഷെ ഇതൊക്കെ ഫേക്കായിട്ട് ഇത്ര ഒരു റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ടൊരു ഇമേജ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തേക്കാണ്. അല്ല, ഇതൊന്നും വർക്കല്ല. തടിയിലൊക്കെ നോക്കിയാൽ കറക്റ്റ് ഇവർ ക്വാളിറ്റീസ് ഗുഡ്, കളർ ആൻഡ് ഡിസൈൻ ആർ സം അത് ഷോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇവർ തന്നെ അതിൽ ഓരോ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാണ്. ഒന്നും വർക്കല്ല, ഫുള്ള് പക്ക ഫ്ലൈ. ഇവിടെ സീമോർ ഇതൊന്നും ക്ലിക്ക് ആവണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് സംഗതി ഉഡായിപ്പാണ്. കാരണം ഞാൻ അത്രയും കുറേ നേരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഓഫീസ് ചെയർ, അതുപോലെ കൂളർ, വാഷിംഗ് മെഷീൻ, അതുപോലെ സ്മാർട്ട് വാച്ച്, പെൻഡ്രൈവ്, ഇതൊക്കെ ഞാൻ സ്ഥിരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതന്നെ ഇവർ കറക്റ്റ് നമ്മളെ ട്രാക്ക് ചെയ്തിട്ട് ആ ഒരു സാധനം മാത്രമുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. ഇത് വേറൊരാൾക്ക് കിട്ടിയ ഈ വെബ്സൈറ്റ് അല്ല, വേറെ ആൾക്ക് കിട്ടുക. അവരെ സെർച്ച് ബാർ ട്രാക്ക് ചെയ്തിട്ട് അവരെ അൽഗോരിതം വെച്ചിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമായിട്ട് വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ട് ഓഫർ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഒരു കേസിലാണ് എനിക്ക് ഈ ഓഫർ. വേറെ ആൾക്ക് ഈ ഓഫറല്ലേ വരിക, വേറെ ആൾക്ക് വേറെ ലിങ്കാണ് അവർ കയറ്റി കൊണ്ടുപോകുക. ഓരോരുത്തരെ സെർച്ച് എഞ്ചിൻ വെച്ചിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അവർ ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ട്രാക്ക് ചെയ്തിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അതാണ് അവരുടെ ഉഡായിപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരും വെറുതെ പോയി പെടാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഈ റിവ്യൂസ് നോക്കണ പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിച്ചിലായത്. വേറെയുള്ള പല ആളുകളും ചിലപ്പോൾ റിവ്യൂ നോക്കും, ഓഫറാണ് കാണുമ്പോൾ വേഗം പോയിട്ട് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. റേറ്റിങ്ങും റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ജെന്യൂനാണോ നോക്കിയിട്ട് മാത്രം ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ അടിയിൽ പോയിട്ട് ഈ റേറ്റിംഗ് നോക്കി ജസ്റ്റ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാത്തതുകൊണ്ടാണ് എനിക്കിതൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ഫ്രോഡാണെന്നല്ല. ഈ ഓഫർ കണ്ടപ്പോഴാണ് മനസ്സിലായത് 15,000 ഉറുപ്പ്യൻ്റെ ഒരു സാധനം 500 ഉറുപ്പ്യക്ക് ആരാ കൊടുക്കുക. 95% ഡിസ്കൗണ്ടിലൊരു സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരാവണം, അല്ലാതെ ഒരു കമ്പനി ഇങ്ങനെ ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരുപാട് ആളുകൾ ഇത് വെറുതെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, പൈസ കൊടുത്ത് പെട്ടുപോയിട്ടുണ്ടാവും. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. എങ്ങനെ ആയാലും ഒരു 30 to 40% ആളുകൾ വഞ്ചിക്കപ്പെടും.
കാരണം അവരിതൊന്നും ചിന്തിക്കില്ല. ഓഫർ കാണുമ്പോഴത്തേനും വേഗം പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യും പേയ്മെൻറ്റ് അടിച്ചിട്ട്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുക, ഏത് സാധനം വാങ്ങുമ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിന്തിച്ച് നോക്കി കണ്ട് വാങ്ങിയാൽ നമുക്ക് നന്ന്, അല്ലെങ്കിൽ ആ പൈസ പോയി കിട്ടും. പിന്നെ അവരൊരു അഡ്രസ്സും ഉണ്ടാവില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഫേക്ക്. പക്ക കണ്ടാൽ നോക്കിയാൽ പക്കാ ഫ്ലിപ്കാർട്ട് സാധനം ഇല്ലേ, ഫ്ലിപ്കാർട്ടിൻ്റെ അതേ ഇൻ്റർഫേസ്, അതേ വെബ്സൈറ്റ്, അതേ ഡിസൈൻ, ഫുൾ പക്ക. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഫേക്കാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ വൈകി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേയ്മെൻ്റ് ഒന്നും റീഫണ്ടായി കിട്ടില്ല. ശ്രദ്ധിക്കുക. ഓക്കെ.